പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല പട്ടണത്തിലുള്ള പ്രശസ്തവും മനോഹരവുമായൊരു ക്ഷേത്രമാണ് തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രം. ക്രിസ്തുവിന് മുൻപ് 59-ാം ആണ്ടിൽ നിർമ്മിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ പഴക്കം കൊണ്ടും വിസ്തീർണം കൊണ്ടും വലിയ ആരാധനാലയങ്ങളിൽ ഒന്നാണ്. മഹാവിഷ്ണു ഇവിടെ ശ്രീവല്ലഭൻ എന്ന പേരിലാണ് കുടിയിരിക്കുന്നത്. ശ്രീവല്ലഭപുരം എന്ന പേരാണ് കാലാന്തരത്തിൽ ലോപിച്ച് തിരുവല്ലയായതെന്നും വിശ്വസിച്ചു വരുന്നു. ഈ തിരുമുറ്റത്ത് കാലുകുത്തുന്നത് മുതൽ ഏതൊരാളുടെയും മനസ്സിൽ നിറയുന്ന ഭക്തിരസം അനിർവചനീയമാണ്. തൊഴുതുമടങ്ങിയാലും അതീവ ശാന്തസ്വരൂപനായ ശ്രീവല്ലഭസ്വാമിയും അത്യുഗ്രമൂർത്തിയായ ശ്രീ സുദർശനമൂർത്തിയും ഭക്തലക്ഷങ്ങൾക്ക് പകർന്ന ദർശനപുണ്യം അനുഗ്രഹമായി നിലനിൽക്കും ജീവിതത്തിലുടനീളം. പിബരേ രാമരസം. നമസ്കാരം. വാൽമീകി മഹർഷി രാമായണം എഴുതിയ ശേഷം ലവകുശന്മാരെ കൊണ്ടാണ് ആദ്യം പാടിച്ചത്. ഇതൊരു കർക്കിടക മാസത്തിലായിരുന്നു. കർക്കിടക മാസം പൊതുവെ നിഷ്ക്രിയതയും അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നതാണ്. ഇതിൽ നിന്നുള്ള മോചനത്തിന് പൂർവ്വസ്വരൂപികളായ ആചാര്യമാർ നൽകിയ ഉപായമാണ് രാമായണ പാരായണവും മറ്റനുഷ്ഠാനവും. പിമ്പരേ രാമരസത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീരാമായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. വാമേ ഭൂമി സദാ പുരസ്തു ഹനുമാൻ പശ്ചാത് സുമിത്രാ സുതോ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോർവായുവാദികോണേഷു ജ സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാത്താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമം. എല്ലാവർക്കും നമസ്കാരം. പിബരേ രാമരസം എന്ന നല്ല പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാ ബന്ധു ഗുരുജനങ്ങൾക്കും നമസ്കാരം. എന്നിൽ അർപ്പിതമായ വിഷയം രാമായണം ത്രിഗുണങ്ങളുടെ ഒരു ആവിഷ്കരണമാണ് രാമായണം എന്നുള്ളതാണ്. ത്രിഗുണങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എങ്കിലും ദർശനങ്ങളുടെയും ഇതിഹാസ പുരാണങ്ങളുടെയും ആയുർവേദത്തിൻ്റെയൊക്കെ ഒരു പിൻബലത്തിൽ ഞാൻ ഒന്നും കൂടി വിസ്തരിക്കുകയാണ്. ത്രിഗുണങ്ങൾ സത്വം രജസ് തമസ്. പ്രകൃതിയും പുരുഷനും കൂടി ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാവണ ഒരു തത്വമാണ് അഹം തത്വം. ആ അഹംഭാവമല്ല അഹം തത്വം. അഹം തത്വത്തിനെ മൂന്നായിട്ട് നമുക്ക് കാണാം. വൈകാരികം, ഭൂതാദി എന്നൊക്കെയാണ് അത് ആദ്യത്തെ പേരുകൾ. അത് സത്വം രജസ് തമസ് എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ലോകം പിന്നീട് അതിൽ നിന്നാണ് എല്ലാ ഉൽപ്പത്തികളും, എല്ലാ ഇന്ദ്രിയങ്ങളും, ഭൂതങ്ങളും, മഹാഭൂതങ്ങളും, പഞ്ചഭൂതങ്ങളും എല്ലാം എന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ലോകം മുഴുവൻ ത്രിഗുണമയം ആണ് എന്നാണ് നമ്മുടെ ഭാരതീയ സിദ്ധാന്തങ്ങളും ദർശനങ്ങളും പുരാണ ഇതിഹാസങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏത് കാര്യം എടുത്തോളൂ, ആ ബ്രഹ്മസ്ഥാവരം അന്തം ആയിട്ട് ബ്രഹ്മാവ് മുതൽ ചെറിയ പുൽക്കൊടി വരെയുള്ള എല്ലാം ത്രിഗുണത്തിൽ ഉള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ദേവന്മാരൊക്കെ സത്വഗുണപ്രധാനികൾ, തിര്യക്കുകൾ, മൃഗങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ താമസന്മാർ, തമോ ഗുണപ്രധാനികൾ. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള മനുഷ്യർ രജോ ഗുണപ്രധാനികൾ. അങ്ങനെയാണ്. അതിനെ ഓരോരുത്തരെയും വീണ്ടും തരംതിരിക്കാം. നമ്മുടെ ഓരോ മനോഭാവം അനുസരിച്ച് ഇപ്പോഴുള്ള ഈ ഒരു നിമിഷത്തിലുള്ള ഭാവമില്ല, ആവില്ല അടുത്ത നിമിഷം. അതും ഇതിൻ്റെ ഏറ്റക്കുറച്ചിലാണ്.
കാണിക്കുന്നത്, സത്വത്തിൻ്റെയും രജസിൻ്റെയും തമസിൻ്റെയും. സാംഖ്യം എന്ന ദർശനത്തിൽ വലിയൊരു ഉദാഹരണം പറയുന്നുണ്ട്. പ്രദീപവൽച്ചാർത്ഥതോ വൃത്തി എന്നാണ് ശ്ലോകം. പ്രദീപവൽ ഒരു വിളക്ക് മാതിരിയാണ് ഇതിൻ്റെ സ്ഥിതി എന്നാണ് സത്വ രജസ്തമോ ഗുണങ്ങളുടെ. സത്വം പ്രകാശകമാണ്, തീ കത്തുന്ന തീയാണ്. ആ വിളക്ക് കത്തിച്ചാൽ കത്തുന്ന തിരിയൽ, ആ കത്തുന്ന ജ്വാല, അതാണ് പ്രകാശകം. അത് പ്രകാശിപ്പിക്കുകയും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. വെളിച്ചം വന്നാൽ എല്ലാവർക്കും ഇഷ്ടമായി. അതാണ് സത്വഗുണം. സത്വഗുണം അവിടെ നിൽക്കണമെങ്കിൽ തിരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പ്രകാശം ഇങ്ങനെ വിളക്കിലുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒരു തിരി വേണം, അതിൽ എണ്ണ ഒഴിക്കണം. എന്തിലൊഴിക്കണം? വിളക്ക് എന്നുള്ള ആ പദാർത്ഥത്തിൽ ഒഴിക്കണം. അതൊക്കെ തമോ ഗുണമാണ്, തമോ ഗുണപ്രധാനമാണ്. അത് തമോ ഗുണപ്രധാനമാണ്. വിളക്കും തിരിയും ഒക്കെ അതിൽ കത്തുന്ന വെളിച്ചമാവട്ടെ സത്വഗുണപ്രധാനമാണ്. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള മധ്യവർത്തിയായിട്ടുള്ള രജോ ഗുണമാണ് കാറ്റ്, വായു. വായു ഉണ്ടെങ്കിലല്ലേ കത്തുള്ളൂ. അപ്പോൾ തിരിയും എണ്ണയൊക്കെ ഇട്ടിട്ട് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ വായുവിൻ്റെ സഹായത്തോടു കൂടി അത് കത്തുന്നു. അപ്പോൾ പ്രകാശം കിട്ടുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. ഇതാണ് പരസ്പര പൂരകങ്ങളാണ് ഇവർ. അധികം എണ്ണയും തിരിയായി എന്താവും? എണ്ണ കൂടിയാലും വിളക്ക് കിടും. അതുപോലെ തിരി കൂടുതലായ, ഇന്ധനം കൂടിയാൽ, അടുപ്പത്ത് കൂടുതൽ സാധനങ്ങൾ കത്തിയ ഉണ്ടെങ്കിൽ, വിറക് കൂടുതലുണ്ടെങ്കിൽ എന്താവും? അത് കെട്ടുപോകില്ലേ? അതുപോലെ ഇന്ധനം കൂടിയാലും കുഴപ്പം, എണ്ണ കൂടിയാലും കുഴപ്പം, തിരി കൂടിയാലും കുഴപ്പം. അപ്പോൾ ഒട്ടുമില്ലെങ്കിലും അതും പറ്റില്ല. അപ്പോൾ ഒരു മധ്യമ രീതിയിലുണ്ടാവണം. അതുപോലെ തന്നെയാണ് രജോ ഗുണത്തിൻ്റെ സ്ഥിതി. കൂടുതൽ കാറ്റ് വന്ന വിളക്ക് കേടും. ആ കാറ്റ് ഒറ്റുമില്ലെങ്കിലും, ഓക്സിജൻ ഇല്ലെങ്കിൽ തീ കത്തും. ഓക്സിജൻ്റെ അഭാവം തീന് പ്രചോദനമല്ലല്ലോ. അപ്പോൾ അതും വേണം, മിനിമം, അല്ലെങ്കിൽ അതിൻ്റെ മീഡിയമായിട്ട്, അതിൻ്റെ മധ്യമ നയത്തിൽ അതും വേണം. എങ്കിലേ തിരി കത്തുള്ളൂ. തിരി കത്തിയാലേ പ്രകാശം കിട്ടുള്ളൂ. ഇതാണ് സത്വരജസ്തമോ ഗുണങ്ങളുടെ ഒരു തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നത്. അപ്പോൾ യോഗികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും ജയിക്കണം സത്വഗുണം കൊണ്ട്. എന്നാൽ ഒരു സഹായം വേണം. തമോ ഗുണത്തിൻ്റെ സഹായത്തോടു കൂടി രജോ ഗുണത്തിനെയും നേരെ തിരിച്ചും സഹായിച്ച് സത്വഗുണം മാത്രമാകുക. എന്നിട്ട് സത്വഗുണം കൊണ്ട് തന്നെ സത്വഗുണത്തെ ജയിച്ച് നിർഗുണനായി പരബ്രഹ്മ തത്വത്തിലെത്തണം എന്നാണ് യോഗികളുടെ കഥ പറയുന്നത്. രാമായണം അതിനൊരു ആവിഷ്കരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മനുഷ്യൻ്റെ സ്ഥിതി പറയുമ്പോഴും രജോ ഗുണപ്രധാനിയാണെങ്കിൽ എല്ലാ വികാരങ്ങളും അനുഭവിക്കും. ഇപ്പോൾ വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് ഞാൻ അത് ചെയ്തു, എന്താവും. ദുഃഖം വരികയാണെങ്കിൽ വളരെ ഒച്ചയും ബഹളോട്ട് കരയും, ആകെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. തമോ ഗുണപ്രധാനിയാണെങ്കിലോ കരയും, ആകെ ഒരു ഇതുമില്ലാതെ കരയും, ഒരു നിയന്ത്രണമില്ലാതെ കരയും. എന്നാൽ ചിലപ്പോൾ എന്തിനാ കരയണേ? നല്ല ദിക്കിലാവില്ല, കരയാൻ പാടില്ലാത്ത ദിക്കിൽ കരയും, എന്നാൽ കരയേണ്ടടുത്ത് കരയുമില്ല. അങ്ങനെയൊക്കെയുള്ള മൗഢ്യമാണ് തമോ ഗുണപ്രധാനി കാണിക്കുക. രജോ ഗുണപ്രധാനി എല്ലാം വികാരാധീനായിട്ട് ചെയ്യും. മറ്റാൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് വികാരമില്ല. അങ്ങനെ സത്വഗുണപ്രധാനിക്ക് വികാരവും വിചാരവും ഒക്കെ ഉണ്ട്. പക്ഷേ രണ്ടിനും കൂടി സമന്വയിപ്പിച്ച് വേണ്ടത് മാത്രം നിയന്ത്രണത്തോടു കൂടി ചെയ്യും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇവിടെ അതിൻ്റെ ഉദാഹരണം തന്നെയാണ് 3 തരം സഹോദരന്മാരിലൂടെ രാമായണം കാണിക്കുന്നത്. 2 സഹോദരന്മാർ, താമസന്മാരായ സഹോദരന്മാർ, ബാലിയും സുഗ്രീവനും തമ്മിൽ രോഗിയൊക്കെ ആയിരുന്നു. പിന്നെ ചെറിയൊരു സംശയത്തിൻ്റെ പേരിൽ വഴക്കായി, അത് ഭീകരമായ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നുള്ള അവസ്ഥയിലായി. അതാണ് തിര്യക്കുകളായ താമസന്മാരായ സഹോദരന്മാരുടെ സ്ഥിതി. ഇനി രാജസന്മാരായ സഹോദരന്മാർ 3 പേര്, രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ. ഒരു കാര്യം നേടാൻ വേണ്ടി എത്ര ഘോരമായ കാര്യങ്ങൾ ചെയ്ത് തപസ്സൊക്കെ നേടി, കാര്യങ്ങൾ നേടി, എല്ലാം
അവർക്ക് വേണ്ടതൊക്കെ നേടിയെടുക്കും. പക്ഷെ ജരാബദ്ധങ്ങളൊക്കെ പറ്റും. അതിൽ തന്നെ ഈ 3 സഹോദരന്മാരും രാജസന്മാരാണെങ്കിലും അതിൽ തന്നെ വീണ്ടും ത്രിഗുണങ്ങളിലെ ഭേദം വരുന്നുണ്ട്. അതിൽ രജോ ഗുണപ്രധാനിയാണ് രാവണൻ, സത്വഗുണ പ്രധാനിയാണ് വിഭീഷണൻ, തമോ ഗുണപ്രധാനിയാണ് കുംഭകർണൻ. അതിൻ്റെ വ്യത്യാസം കാണുന്നുണ്ട്. കുംഭകർണൻ പറഞ്ഞിട്ടും രാവണൻ കേൾക്കുന്നില്ല. എന്നാൽ കുംഭകർണൻ സഹായിക്കാൻ നിൽക്കും. വിഭീഷണൻ വേണ്ടത് പറഞ്ഞു കൊടുച്ചാലും വിഭീഷണനെ എടുക്കും, ആട്ടി ഓടിക്കും. ഇതൊക്കെയാണ് രജോ ഗുണത്തിൻ്റെ കുഴപ്പം. സത്വഗുണം പ്രധാനികളായ 4 സഹോദരന്മാർ, 4 പേരും ഏതാണ്ട് ഒരേ സ്ഥിതിയിലുള്ളവർ, പരസ്പരം നല്ല തമ്മിൽ ആനുകൂല്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു. ഓരോരുത്തരും വിട്ടുവീഴ്ച ചെയ്യണം മറ്റാൾക്ക് വേണ്ടിയിട്ട്. എല്ലാവരും ശത്രുഘ്നൻ ഭരതന് വേണ്ടി വിട്ടുവീഴ്ച, അല്ലെങ്കിൽ ഭരതനെ സേവിക്കാൻ നടക്കുന്നു. ലക്ഷ്മണൻ ശ്രീരാമനെ, ഭരതൻ ശ്രീരാമന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നു, ശ്രീരാമൻ ഭരതന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നു. ഇങ്ങനെ ഉള്ള സഹോദരന്മാർ, പരസ്പര ആനുകൂല്യത്തോടുകൂടി നടക്കുന്ന സഹോദരന്മാർ. ഇതാണ് സത്വഗുണം കൊണ്ടുള്ള കാണിക്കുന്നത്. അവസാനം അതിൻ്റെ തത്വം പറയുകയാണെങ്കിൽ എന്താണ്? ഇങ്ങനെ സത്വഗുണപ്രധാനികളായൊരു മനുഷ്യൻ, അല്ലെങ്കിൽ സത്വഗുണം തമോ ഗുണത്തെ ആശ്രയിച്ച്, വേണ്ടാത്ത തമോ ഗുണത്തെ അവഗണിച്ച്, ബാലിസുഗ്രീവന്മാരിൽ ബാലിയെ കൊന്ന് സുഗ്രീവൻ കുറച്ച് തമോ ഗുണം വേണേനും അതിൻ്റെ സഹായത്തോടുകൂടി രജോ ഗുണത്തെ നിശേഷം നശിപ്പിക്കുന്നു. നിശേഷം എന്ന് പറയാൻ വയ്യ, വേണ്ട രജോ ഗുണത്തെ ഏറ്റെടുക്കുന്നു. വിഭീഷണനെ ഏറ്റെടുത്ത് കൂടുതൽ രജോ ഗുണത്തിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള രജോ ഗുണത്തിൽ ഏറ്റവും പരാക്രമിയെ അവസാനം കൊല്ലുന്നു. അതിനു മുമ്പുള്ള പരാക്രമി തമോ ഗുണത്തിലേക്കുള്ള ഇത് കൂടിയ ആളാണ് കുംഭകർണൻ. കുംഭകർണനെ കൊല്ലണം, പിന്നെ രാവണനെയും കൊന്ന്. അങ്ങനെ സത്വഗുണം തമോ ഗുണത്തിൻ്റെ സഹായത്തോടു കൂടി രജോ ഗുണത്തിനെ നിശേഷം ജയിച്ച് പിന്നീട് തമോ ഗുണത്തിനെയും വേണ്ട പോലെ ഓരോ ദിക്കിലേക്ക് മാറ്റി നിർത്തി സത്വഗുണം പ്രാധാന്യമായി സത്വഗുണത്തെ ഏറ്റവും പ്രകാശിപ്പിക്കുന്നു. രാമരാജ്യം, പട്ടാഭിഷേകം കഴിഞ്ഞ് രാമരാജ്യം ഭരിക്കുന്നു. ഇതാണ് രാമായണത്തിൻ്റെ ഒരു തത്വം എന്ന് ചുരുക്കി പറയാം. ഇതിൻ്റെ ആവിഷ്കാരമാണ് പിന്നെ എല്ലാ ഭാരതത്തിലാവട്ടെ, എല്ലാ മഹാഭാരതത്തിലൊക്കെ തന്നെയാണ്. രാമായണത്തിൽ എങ്ങനെയാണെങ്കിൽ പ്രകടമായിട്ട് സഹോദരന്മാരിലൂടെ കാണിക്കാം എന്നാണ് വാൽമീകിയുടെ ആ മഹത്തായ കൃതി കാണിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പിബരേ രാമരസം. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൃതാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അന്നേരം ആദിത്യനോ മുതിച്ചിടിനാൻ. മന്നവൻ പള്ളിക്കുറപ്പുണർന്നീലിന്നും എന്തൊരു മൂലം അതിനെന്നു മാനസേ. ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരോ മന്ദപുരമകം പുക്കാനതിദ്രുതം. രാജീവമിത്രഗോത്രോത്ഭുത ഭൂതഭൂപതേ. രാജേന്ദ്ര പ്രവര ജയാ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ദാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും കിന്നനായി കണ്ണുനീരും വാർത്തു വൃത്തിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിന്താകുലതയാ കണ്ടു സുമന്ത്രരും. സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയാ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ. ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. രാത്രി പരീന്ദ്രനോ നിദ്രയുണ്ടായില്ല. രാത്രിയിലെന്നതു കാരണമാകയാൽ
സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ഉദ്ധൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്ത ആകുലനായതു മന്നവൻ. രാമനെ കാണാനോ ദുഃഖം നൃപേന്ദ്രനോ രാമനെ ചെന്നോ വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജാവചനമാകർണ്യ ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വേഗാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രർ ഉളറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമാവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദത്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിവേനാശു സമുദായ സംരമാൻ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂവനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിവനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്ത അശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അത് കണ്ട് അനന്തരാമാരുടെ ശോകാവിലാപം തുടങ്ങിന. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവീനറിഞ്ഞവാരെന്നതു നേരം പറഞ്ഞിതു കേകയാപുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസീതി നിരൂപിക്കലെഴുതിനി താതനോ ദുഃഖാനിവൃത്തി വരുത്തുവാൻ. ഭർത്തൃദുഃഖോപശാന്തിക്കു കിഷ്ടിൽത്തയാ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദിശ്രേഷ്ഠനായ പിതാവിനെ സത്യ പ്രതിജ്ഞനാക്കിയിടുക നീയതോ ചിത്താഹിതം നൃപതീന്ദ്രനോ നിർണയം. പുത്രരെ ജ്യേഷ്ഠനാകുന്നതോ നീയല്ലോ രണ്ടു പരമമാദത്തമായിട്ടുണ്ടു പണ്ടു നിൻ കാതന സന്തുഷ്ടചേതസ നിന്നാണ് സത്യമായുള്ളോന്നതു രണ്ടുമിന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഭിന്നനായി വന്നിതു താതേനറിയുക നീ സത്യഭാഷേന സംബന്ധനം താതനെ സത്വരം രക്ഷിപ്പതിന്റെ യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക നീ. മാതൃവചന ശൂലാഭിഹതനായ മേദിനി ബാലകുമാരനാം രാമനും എത്രയോ മേറ്റം വ്യതിരനെ ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ സാധാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിയില്ല സംശയം. മാനസേകേതാമേ എനിക്കതിയില്ലേതും രാജമെന്നാകിലും താതൻ നിയോഗിക്കൽ രാജമെന്നാലെന്നറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്ന് ചൊൽകിലും ദർശനം ഞാൻ ഉപേക്ഷിപ്പതിനറിക നീ. പാവകൻ തങ്ങൾ പതിക്കേണമെങ്കിലുമേവ വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കലേതുമേ സംശയം. ചേതസി തെറ്റിൽ എനിക്കെന്നറിക നീ. മനജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്നു നന്ദനനുത്തമൻ. പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമേനായുള്ള പുത്രേനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലെ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ. പിത്രോർമലനെന്നു അലമെന്നു ചൊല്ലുന്നു സജ്ജനാമിത്തമെല്ലാം പരിജ്ഞാതം മയാതുന. ആകയാൽ താതാ നിയോഗമനുഷ്ഠിപ്പാനാകുല മേധുമിനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിയിടിനാളാതരാൽ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടേനാതരാ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനോ ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു നീ 14 സംവത്സരം കാനനെ തപസാവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിന്നിതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതീനെന്തൊരു വൈഷമ്യമായതു ചെയ്കഭിഷേകം ഭരതനോ ഞാനിനി വൈകാതെ പോവൻ മനത്തിനോ മാതാവേ. എന്തെന്നോട് ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനോ മതിയവൻ രാജാമുപേക്ഷിപ്പതിനു ഞാനും മതി
ദണ്ഡമത്രേ രാജവാരം വഹിപ്പതു ദണ്ഡകാവാസത്തിനേറ്റാമെഴുതല്ലോ. സ്നേഹം എന്നെ കുറിച്ചേറും അമ്മയ്ക്കുമ സ്നേഹം ദേഹമാത്രം ഭരിക്കുന്നു പരിവിധിക്കയാൽ ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരുവും തൃപ്തനാക്കിയിടിനാൻ താതനോ തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു. മൽപ്പിതാതൊക്കിപ്പതിനില്ല അവകാശം രാഘവ വാക്യം കേട്ടു ഭൂപതി ശോകനന്ദനൻ തന്നോട് ചൊല്ലിനാൻ. പിബരേ രാമരസം നമസ്കാരം. മറ്റൊരു രാമായണ മാസം കൂടി സമാഗതമായിരിക്കുകയാണ്. ഇനി അങ്ങോട്ടൊരു മാസക്കാലം രാമായണ പാരായണത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും തിരക്കുകളായിരിക്കും. രാമായണം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, പഠിക്കാൻ ശ്രമിക്കുന്ന ആർക്കും തന്നെ അതിലെ കഥാപാത്രങ്ങളെ വിലയിരുത്തുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് ശ്രീരാമചന്ദ്രൻ്റെ ചിത്രം തന്നെയാണ്. ഒപ്പം സീതാദേവി. രാമായണത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് വാൽമീകി മഹർഷി അവതരിപ്പിച്ചിട്ടുള്ളത്. സീതാദേവിയും ഊർമിളയും കൗസല്യാദേവിയും സുമിത്രാദേവിയും കൈകേയി മഹാറാണിയും മന്ധരയും ശൂർപ്പണഖയും അങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങൾ അവിടെ അണിനിരക്കുന്നുണ്ട്. അതിലെ കൈകേയി മഹാറാണിയെ നമുക്ക് ഒന്ന് വിലയിരുത്താം. രാമായണത്തിൻ്റെ ഗതി തന്നെ മാറ്റിയ ഒരു കഥാപാത്രമായിട്ടാണ് കൈകേയി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. കൈകേയിയുടെ മനസ്സിൻ്റെ ചെറിയൊരു പരിവർത്തനം അത് രാമായണത്തെ അപ്പാടെ തന്നെ മാറ്റിക്കളഞ്ഞു. അതിന് മന്ധര എന്ന തോഴിയുടെ ഒരു ഇടപെടലിനെ കൂടി അവിടെ വാൽമീകി മഹർഷി അവതരിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രം. എന്നാൽ ആ മന്ധരയുടെ ഇടപെടലിനാണ് കൂടുതൽ പ്രാമുഖ്യം നൽകി വരുന്നത്, അല്ലെങ്കിൽ കണ്ടുവരുന്നത്. വാസ്തവത്തിൽ പക്വമതിയായ എല്ലാ കാര്യങ്ങളിലും സാമർഥ്യത്തോടുകൂടി ഇടപഴകുന്ന ആ കൈകേയി മഹാറാണിക്ക് എങ്ങനെയാണ് ഒരു മനഃശാഞ്ചല്യം സംഭവിച്ചത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ദശരഥന്റെ 3 ഭാര്യമാരിൽ ദശരഥന് ഏറ്റവും പ്രിയവും കൈകേയിയോടായിരുന്നു എന്നുള്ളത് രാമായണത്തിന്റെ ഒട്ടേറെ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രിയതരയായിട്ടുള്ള ഭാര്യയായി തന്നെയാണ് ആ കൊട്ടാരത്തിൽ അവർ കഴിഞ്ഞു പോന്നിരുന്നത്. എന്നാൽ ഇതിൽ മറ്റു പത്നിമാർക്ക്, ദശരഥന്റെ മറ്റു പത്നിമാർക്ക് ആർക്കും തന്നെ യാതൊരു വൈമനസ്യവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെയുള്ള ആ കൈകേയി മഹാറാണിക്ക് ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേക വാർത്ത കേൾക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഒട്ടേറെ സന്തോഷമാണ് ഉണ്ടായത്. വളരെയധികം അവർ ആഹ്ലാദിച്ചു. കാരണം ശ്രീരാമചന്ദ്രന് തൻ്റെ മാതാവായ കൗസല്യയോടുള്ളതിനേക്കാൾ അധികം സ്നേഹം തന്നോടാണ് ഉള്ളതെന്ന് കൈകേയി മഹാറാണി വിശ്വസിച്ചു പോന്നിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു വാസ്തവത്തിൽ. പിന്നെ എന്തുകൊണ്ടാണ് ശ്രീരാമനിൽ നിന്നും കൈകേയിയുടെ ശ്രദ്ധ തിരിഞ്ഞത്? ഇവിടെയാണ് മന്ധരയുടെ ഇടപെടൽ. മന്ധര ശ്രീരാമന്റെ പട്ടാഭിഷേക വാർത്ത കൈകേയിയുടെ അന്തപുരത്തിലെത്തി അറിയിക്കുമ്പോൾ ആഹ്ലാദത്തോടുകൂടി കൈകേയി ചെയ്യുന്നത് ഈ വാർത്ത തന്നെ കേൾപ്പിച്ച ആ മന്ധരയ്ക്ക് വിലപിടിപ്പുള്ള തന്റെ മുത്തുമാല സമ്മാനമായി സമർപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ മന്ധരയുടെ പിന്നീടുള്ള വാക്കുകൾ അവരെ മാറ്റിമറിച്ചു. മന്ധര ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൈകേയിയുടെ മനസ്സിനെ ചാഞ്ചല്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവിടെയൊന്നും കൈകേയി വീണുപോയില്ല. മന്ധരയുടെ ഓരോ വാദങ്ങളെയും എതിർക്കുന്ന, അല്ലെങ്കിൽ ആ വാദഗതികളെ മാറ്റിക്കൊണ്ട് തൻ്റെതായ നിലപാടുകൾ അവതരിപ്പിക്കുന്ന ഒരു കൈകേയി നമുക്ക് രാമായണത്തിൽ കാണാം. എന്നാൽ അവസാനം മന്ധര പറയുകയാണ്, കൗസല്യാദേവി രാജമാതാവായാൽ അങ്ങയോടുള്ള പെരുമാറ്റം, അതായത് കൈകേയി മഹാറാണിയോടുള്ള പെരുമാറ്റം
വളരെ ക്രൂരമായിരിക്കും. കാരണം ദശരഥ മഹാരാജാവിന് കൈകേയി റാണിയോടുള്ള ആ സ്നേഹക്കൂടുതൽ അവരെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ പ്രവൃത്തികൾക്ക് അവർ പകരം വീട്ടും എന്നിങ്ങനെയുള്ള മന്ധരയുടെ വാക്കുകൾ കൈകേയിയെ തെല്ലൊന്ന് ചിന്തിപ്പിച്ചു. അവിടെയാണ് കൈകേയിയുടെ മനസ്സ് മാറുന്നത്. രാജമാതാവായി കഴിഞ്ഞാൽ കൗസല്യയുടെ പെരുമാറ്റം താനൊരു അടിമയായി പോകുന്ന രീതിയിലായിരിക്കുമോ എന്ന് കൈകേയി ഭയപ്പെട്ടു. അവിടുന്ന് അങ്ങോട്ട് കൈകേയിയുടെ മനം മാറ്റമാണ്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൈകേയി മഹാറാണിയുടെ പക്വതയെയും ദീർഘദർശനത്തെയും ഒക്കെ നമുക്ക് വില കുറച്ച് കാണിക്കാൻ സാധിക്കുന്നതല്ല. കാരണം ദശരഥനെയും അവർ ഭരണകാര്യങ്ങളിലുമൊക്കെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് നിർവഹിച്ചിരുന്നു. മാത്രമല്ല, യുദ്ധവേളകളിൽ പോലും ദശരഥനെ അനുഗമിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് കൈകേയി മഹാറാണി. പല ഒരു രാമായണത്തെ പഠിക്കുമ്പോൾ പല രീതിയിൽ ഈ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. പല രീതിയിൽ നമുക്ക് ആ കഥാപാത്രങ്ങളെ വിലയിരുത്താം, മനസ്സിലാക്കാം. അങ്ങനെ വായിക്കും തോറും കാലാതിവർത്തിയായി തന്നെ നിലനിൽക്കുന്ന ഒരു മഹത് ഗ്രന്ഥം തന്നെയാണ് രാമായണവും അതിലെ കഥാപാത്രങ്ങളും. പിബരേ രാമരസം എല്ലാവർക്കും നമസ്കാരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയ രത്നദീപം ആജാനബാഹുമരവിന്ദ ദളായദാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. ആജാനബാഹുമരവിന്ദ ദളായദാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. ദശരഥ നന്ദന കൗസല്യാത്മജ രഘുകുലോത്തമ ശ്രീരാമ. ദശരഥ നന്ദന കൗസല്യാത്മജ രഘുകുലോത്തമ ശ്രീരാമ. ശ്രീരാമ ജയ ശ്രീരാമ അയോധ്യതനയാ ശ്രീരാമ. ശ്രീരാമ ജയ ശ്രീരാമ അയോധ്യതനയാ ശ്രീരാമ. സാധുജനപ്രിയ സീതാവല്ലഭ വദന മനോഹര ശ്രീരാമ. സാധുജനപ്രിയ സീതാവല്ലഭ വദന മനോഹര ശ്രീരാമ. ശ്രീരാമ ജയ ശ്രീരാമ അയോധ്യതനയാ ശ്രീരാമ. ശ്രീരാമ ജയ ശ്രീരാമ അയോധ്യതനയാ ശ്രീരാമ. സുരസുര പൂജിത സുര പരിപാലക മാനവരക്ഷക ശ്രീരാമ. സുരസുര പൂജിത സുര പരിപാലക മാനവരക്ഷക ശ്രീരാമ. ശ്രീരാമ ജയ ശ്രീരാമ അയോധ്യതനയാ ശ്രീരാമ. ശ്രീരാമ ജയ ശ്രീരാമ അയോധ്യതനയാ ശ്രീരാമ. നന്ദി. പിബരേ രാമരസം
पिबरे रामरसं रसने पिबरे